everyone, welcome back to Success Academy's YouTube channel. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ GD ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 2023 10-ാം തീയതിയിലെ ഷിഫ്റ്റ് 3-ലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A can do a piece of work in 8 days and B in 24 days. They begin together, but 4 days before the completion of the work, A leaves. Find the number of days taken A and B to complete the entire work. എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും കൂടിയിട്ട് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 8 ദിവസം 24 ദിവസമാണ് വേണ്ടത്. ഇനി എ എന്ത് ചെയ്യുന്നു? വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ 4 ദിവസം മുന്നേ ലീവ് ചെയ്ത് പോവാണ്. ബാക്കി വർക്ക് ബി ഒറ്റയ്ക്കാണ് ചെയ്ത് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ദിവസമാണ് വേണ്ടി വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ ബി നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 8 24. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത് LCM ആണ്. 8-ൻ്റെയും 24-ൻ്റെ LCM എന്ന് പറയുന്നത് 24 തന്നെ. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. 8 × 3 ആണ് 24, 24 × 1 ആണ് 24. അപ്പോൾ രണ്ടുപേരുടെയും എഫിഷ്യൻസി കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഡേയ്സ് എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സ് ഡേയ്സ് കൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഈ ജോലി കംപ്ലീറ്റ് ആക്കിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്താ പറഞ്ഞേക്കുന്നത്? 4 ദിവസത്തിന് മുന്നേ, ടോട്ടൽ എക്സ് ആണെങ്കിൽ അതിന് 4 ദിവസം മുന്നേ എ ലീവ് ചെയ്തു. അപ്പോൾ ഡേയ്സ് കിട്ടി. അപ്പോൾ വർക്ക് എങ്ങനെ കാണും? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണല്ലോ വർക്ക്. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 × x-4 ആണ് എ ചെയ്തിരിക്കുന്ന വർക്ക്. ഇനി ബി ആണെങ്കിലോ, ബി കംപ്ലീറ്റ് ഡേയ്സ് നിന്നിട്ടുണ്ട്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ x × 1, അതായത് എക്സ് ആണ് ബി ടോട്ടൽ ചെയ്തിരിക്കുന്ന വർക്ക്. അപ്പോൾ ഈ ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? 24 ആണ്. കാരണം നമ്മൾ LCM ആണ് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈക്വൽ ടു 24. അപ്പോൾ എങ്ങനെ വരും? 3x - 12 + x is equal to 24. 3xും എക്സും കൂടി 4x, 12 അപ്പുറത്തേക്ക് പോകുമ്പോൾ 36 ആയി. അപ്പോൾ x is equal to 9 days ആണ് ഇവർക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സമയം. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the ratio of milk and water in 2 containers of 20 liters and 36 liters are in the ratio 3:1 and 7:5 respectively. What will be the ratio of milk and water if the 2 containers are mixed together? 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതിൽ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. ആദ്യത്തെ കണ്ടെയ്നറിൽ എങ്ങനെയാണ്? മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറയുന്നത് 3:7 ആണ്. രണ്ടാമത്തതിലോ മിൽക്ക് ഈസ് ടു വാട്ടർ 7:5 ആണ്. ഇനി ടോട്ടൽ എത്രയുണ്ട്? ഇവിടെ 7 + 3 10 ആണ് ടോട്ടൽ വരുന്നത്. ഇത് 10 ആണ്. ആക്ച്വൽ വാല്യൂ എത്രയാണ്? 20 ലിറ്റേഴ്സ് ആണ് ഈ കണ്ടെയ്നറിലുള്ളത്. അപ്പോൾ 10 = 20 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇത് എത്രയായി? നമ്മളിതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6:14, അതായത് 6 ലിറ്റർ മിൽക്കും 14 ലിറ്റർ വാട്ടറുമാണ് കണ്ടെയ്നർ എയിലുള്ളത്. ബിയിൽ എത്ര വരും? 7 + 5 എന്ന് പറയുന്നത് 12 ആണ്. ആക്ച്വലി 12 എത്രയാണ്? 36 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 3 വന്നു ആണല്ലോ. ഇനി 3 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടും. 3 × 7 21, 5 × 3 15. അപ്പോൾ നമുക്ക് എയിലെയും ബിയിലെയും മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും ആക്ച്വൽ വാല്യൂസ് കിട്ടി. ഇത് മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന കണ്ടെയ്നറിൽ എത്ര ഇരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 6 + 21 = നമ്മൾ 2 സ്ഥലത്തെയും മിൽക്ക് എടുത്തു. ഇനി വാട്ടർ 15 + 14 + 15 = 27:29 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാമു ആൻഡ് മോഹൻ ക്യാൻ സെപ്പറേറ്റ്ലി കംപ്ലീറ്റ് എ വർക്ക് ഇൻ 10 hours and 16 hours respectively. After working for 2 hours together, Mohan leaves the work. In how many hours will Ramu finish the remaining work? രാമു മോഹനും അവർ ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 10 മണിക്കൂറും 16 മണിക്കൂറാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്നിട്ട് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. 2 മണിക്കൂർ അവർ ഒന്നിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം ആരാണ് ലീവ് ചെയ്യുന്നത്? മോഹൻ ലീവ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വർക്ക് രാമുവിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? രാമു മോഹൻ 10 hours എടുക്കുന്നു, 16 hours എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 10-ൻ്റെയും 16-ൻ്റെയും LCM എത്രയാണ്? LCM 80 ആണ് LCM. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 8:5 വന്നു. ഇനി രണ്ടുപേരും ഒന്നിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 8 + 5 = 13 യൂണിറ്റ് ആണ് അവർ 1 മണിക്കൂറിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എത്ര മണിക്കൂർ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്? 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13 × 2 = 26 യൂണിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞു.
എത്രയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 80 ആണ്. 26 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 54 യൂണിറ്റ് വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ഇത് ആരായിരിക്കും ചെയ്യുന്നത്? രാമുവാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 54 ബൈ രാമുവിൻ്റെ എഫിഷ്യൻസി 8 അല്ലേ? 54 ബൈ 8 അതായത് 27 ബൈ 4 ആണ്. അപ്പോൾ 6 3/4 ആൻസർ വരും. 6 3/4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,750 ഫോർ 1 year at 16% per annum compounded yearly and compounded half yearly? അതായത് 5,750 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 16% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇവർ എന്താണ് കോമ്പൗണ്ട് ചെയ്യുന്നത് ഇയർലി ആണ്, മറ്റേ സെക്കൻഡ് ടൈപ്പിൽ പറയുന്നത് ഹാഫ് ഇയർലി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇയർലിയില്ലേ, ഇയർലിയിൽ എങ്ങനെ വരും? റേറ്റ് എന്ന് പറയുന്നത് 16% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 1 ആണ്. അപ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് 16 × 1 16 തന്നെ വരും. ഇനി രണ്ടാമത്തെ കേസിൽ ഹാഫ് ഇയർലി ആയിട്ട് പറഞ്ഞേക്കുന്നത് 12 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇയറിലേക്കാണ് 16% പലിശ. അപ്പോൾ ഹാഫ് ഇയർലി ആയിട്ട് വരുമ്പോൾ എത്രയായിരിക്കും പലിശ? 8% ആയിരിക്കും പലിശ. ഇങ്ങനെ 2 തവണ വരില്ലേ? ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസം. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി കണക്കാക്കുമ്പോൾ 6 മാസം 6 മാസം അങ്ങനെ 2 തവണ വരും. അപ്പോൾ നമ്മളെങ്ങനെ ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പലിശ കാണുന്നത്? A+B × A+B + AB / 100 ചെയ്യുമ്പോൾ എത്ര വരിക? 8 + 8 + 8 × 8 ഡിവൈഡഡ് ബൈ 100 എത്ര വന്നു? 16.64 ആണ് നമ്മൾ ഹാഫ് ഇയർലി ആണെങ്കിൽ കിട്ടുന്ന പലിശയുടെ റേറ്റ്. ഇത്രയും പെർസെൻറ്റേജ്, ഇത് ഇത്രയും പെർസെൻറ്റേജ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിക്കുന്നത്? എത്രയാണ്? 0.64% ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? നമ്മൾ പ്രിൻസിപ്പിളിന് 100% ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഡിഫറൻസ് 0.64 ആണ് കിട്ടിയേക്കുന്നത്. പ്രിൻസിപ്പിളിനെ നമ്മൾ 100% ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് എത്രയാണ്? 5,750. അപ്പോൾ 1% എന്ന് പറയുന്നത് എത്ര വരും? 57.50. നമുക്ക് എത്ര പെർസെൻറ്റേജാണ് കാണേണ്ടത്? 64% ആണ് കാണേണ്ടത്. അപ്പോൾ 0.64% is equal to 57.5 × 0.64. ഇതിൻ്റെ ആൻസർ എത്ര വരിക? ചെയ്ത് നോക്കാം. ഓക്കെ, 36.8 ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, Rohan divides his complete journey in 3 equal parts and covers the first part at a speed of 30 km/h, the second part at 40 km/h, and the last part at 50 km/h with his car. What is the average speed in km/h of his car during his entire journey? എന്താണ്? ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ടിലും സഞ്ചരിച്ചിരിക്കുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈം എന്ന് പറയുന്നത് d/s1. ഇവിടെ എല്ലായിടത്തും d സെയിം അല്ലേ? അപ്പോൾ d/s1 + d/s2 + d/s3. ഇനി ഇതിൽ d ഇസ് ഈക്വൽ ടു 600 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30യുടെയും 40യുടെയും 50യുടെയും LCM ആണ് 600. നമുക്കിവിടെ എന്തായാലും ടൈം കാണാൻ വേണ്ടിയിട്ട് d/s1 ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ LCM എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടും. അപ്പോൾ ഫ്രാക്ഷനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാൽക്കുലേഷനിലെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? LCM ആയിട്ടുള്ള 600 കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? ടോട്ടൽ ഡിസ്റ്റൻസ് 3 × 600 3 × 600 divided by 600/30 plus 600/40 plus 600/50. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ ഒരു 20, ഇവിടെ 15, ഇവിടെ 12. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 47 ഈക്വൽ ടു 3 × 600 എന്ന് പറയുന്നത് 1800 ഡിവൈഡ് ബൈ 47. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 38 പോയിൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? 38 വെച്ചിട്ട് ആകെ ഓപ്ഷൻ നമ്പർ 4 മാത്രമേ ഉള്ളൂ.
ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ ട്രാവൽസ് എ certain distance at a speed of 4 km/h and returns at a speed of 3 km/h via the same route. What was his average speed for the entire journey? എന്താണ്? സെയിം ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന 2 സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് ജേർണിയാണ് ചോദിച്ചേക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് സിമിലർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുക? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2 അല്ലേ? അപ്പോൾ എത്രയാണ്? 2 × 3 × 4 ഡിവൈഡ് ബൈ 7 അല്ലേ? 24/7 വരും. 24/7 എന്ന് പറയുമ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ഷൻ ദർ വർ 2 candidates A and B. The total number of voters in the constituency was 90,000 and 70% of the total votes were polled. If 60% of the polled vote were cast in favor of A, how many votes were received by B? ടോട്ടൽ 90,000 വോട്ടേഴ്സാണുള്ളത്. അതിൽ 70% ആണ് വോട്ട് ചെയ്തത്. ഇതിൽ 60% എക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്രയായിരിക്കും കിട്ടുക? ടോട്ടൽ 100% ആണ്. 60 എക്ക് കിട്ടിയെങ്കിൽ 40 ആയിരിക്കും ബിക്ക് കിട്ടുന്നത്. ഓക്കെ, ബിക്ക് കിട്ടുന്നത് 40% ആണ്. എത്രേൻ്റെ 40%? ടോട്ടൽ 90,000 ആണ്. അതിൽ 70% മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ 40% ആണ് ആർക്ക് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നത്. അപ്പോൾ 0 കട്ട് ചെയ്ത് പോയി. 63 × 40 വരും. അപ്പോൾ എത്ര ആൻസർ വരിക? 25,200. ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹർഷി ബോട്ട് എ ന്യൂ സ്വെറ്റ് ഷർട്ട് അറ്റ് ദ സ്റ്റോർ when they were giving a 40% discount. If the marked price of the sweatshirt was rupees 2,999, then how much did Hershey pay with the discount? എന്താണ്? 2,999 രൂപയ്ക്കുള്ള ഒരു ഷർട്ട് 40% ഡിസ്കൗണ്ടിലാണ് ആര് മേടിക്കുന്നത്? ഹർഷി മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കൊടുത്തത്? അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ്, ഹർഷിക്ക് എത്രയാണ് പേ ചെയ്യേണ്ടി വന്നേക്കുന്നതെന്നാണ് ചോദ്യം. എങ്ങനെ കാണും? 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/10 അല്ലേ? അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10 - 4 6 ആണ് സെല്ലിംഗ് പ്രൈസ്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 2,999 ഡിവൈഡഡ് ബൈ 10 × 6. ഇതിനെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 54 ഇതല്ലേ വരിക? ഇനി ഡിവൈഡ് ബൈ 10 ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര വരും ആൻസർ? 1,799.4 രൂപയ്ക്കാണ് ഹർഷി ഈ പറയുന്ന സ്വെറ്റ് ഷർട്ട് വാങ്ങിച്ചത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 2 കോൺസ് ആർ ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് ദ റേഡിയൈ ആർ ഇൻ ദ റേഷ്യോ 3:4. ദ റേഷ്യോ ഓഫ് ദർ ഹൈറ്റ് ഈസ്. ഒരു കോണിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വോളിയത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:2 ആണ്. റേഡിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് കാണുന്നത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ് കോണിൻ്റെത്? 1/3 × πr² ആണ് അല്ലേ? അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3/2 = 1/3 പൈയും എല്ലാം കട്ടായി പോകും. അപ്പോൾ നമുക്ക് r²h വാല്യൂ മാത്രം എഴുതിയാൽ മതി. r² എത്രയാണ്? 3 × 3 × h1 ഡിവൈഡഡ് ബൈ 4 × 4 × h2. 3ഉം 3ഉം കട്ട് ചെയ്തു. 2ഉം 4ഉം വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ h1/h2 = 8/3. അതായത് 8:3 ആണ് ഹൈറ്റിൻ്റെ റേഷ്യോ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, എ ടേബിൾ ഹൂസ് മാർക്ക്ഡ് പ്രൈസ് ഈസ് ₹300 ഈസ് സോൾഡ് അറ്റ് 2 successive discounts of 20% and 10%. If in addition a discount of 5% is offered on cash payment, then the cash price for the table is. ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് 300 ആണ്. ഓൾറെഡി അതിന് 2 ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. ഒരു 20%-ൻ്റെയും ഒരു 10%-ൻ്റെയും. കൂടാതെ നമ്മളത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്രയും കൂടി കിട്ടും? ഒരു 5% ഡിസ്കൗണ്ടും കൂടി കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? 20% എന്ന് പറയുന്നത് 1/5, 10% എന്ന് പറയുന്നത് 1/10, 5% എന്ന് പറയുന്നത് 1/20 ആണല്ലോ. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക?
മാർക്ക് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 5 മൈനസ് 1 4. അടുത്ത കേസിൽ മാർക്ക് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 9. 20 ആണെങ്കിൽ 19. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ 4ഉം 20 കൂടി കട്ട് ചെയ്തുകൂടെ? അപ്പോൾ എത്ര വരും? ഇവിടെ 5 വരും. അപ്പോൾ 250 ഈസ് 9 ഇൻറ്റു 19 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും മാർക്ക് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ. മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ടല്ലോ 300 എന്ന്. അപ്പോൾ 300 ആണ് എത്ര? 250. അപ്പോൾ 300/250 ഇൻറ്റു 9 ഇൻറ്റു 19 ആണ് നമുക്ക് കാണേണ്ട വാല്യൂ. അപ്പോൾ ഇത് എത്ര വരും? 0 0 കട്ട് ചെയ്തു, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6/5 വന്നു. ഇനി 6 ഇൻറ്റു 9 54. 54 ഇൻറ്റു 19 ഡിവൈഡ് ബൈ 5. 54 ഇൻറ്റു 19 നമുക്ക് എങ്ങനെ ചെയ്യാം? 54 ഇൻറ്റു 20 ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 54 കുറച്ച് കഴിഞ്ഞാൽ 54 ഇൻറ്റു 19 ആയില്ലേ? അപ്പോൾ 54 ഇൻറ്റു 20 എത്ര വരും? 1080 ആണ്. 54 ഇൻറ്റു 20 1080. അതിൽ നിന്ന് ഒരു 54 കുറയ്ക്കണമല്ലോ. അപ്പോൾ എത്ര വരും? 1026 എന്ന് വരും. ഇനി 1026/5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1026/5 എത്ര വരിക? 250.2. ഓപ്ഷൻ നമ്പർ 4 ആണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് പേ ചെയ്യേണ്ടത്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 205 രൂപ 20 പൈസയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. Under a discount scheme, after allowing a discount of 20%, there is still a gain of 10%. The mark price is what percentage more than the cost price? ഇതെങ്ങനെ ചെയ്യും? ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് 20%. എന്നിട്ടും പുള്ളിക്ക് 10% ലാഭം ലഭിക്കുന്നുണ്ട്, കടക്കാരന് 10% ലാഭം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യുക? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ് എന്ന് എഴുതുക. തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് അവയുടെ റേഷ്യോസ് എഴുതുക. അപ്പോൾ ഡിസ്കൗണ്ട് 20% ആണെങ്കിൽ എങ്ങനെ വരും? മാർക്ക് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 4 ആണ്. ഇനി 10% ലാഭമാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 11 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് തൊട്ടടുത്തുള്ള വാല്യൂസ് എഴുതുക. ഇവിടെയാണെങ്കിൽ 4, ഇവിടെയാണെങ്കിൽ 11. ഇനി ചോദിച്ചേക്കുന്നതാണ് മാർക്ക് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള പെർസെൻറ്റേജിൻ്റെ ഇതാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 40 ആണ്, കോസ്റ്റ് പ്രൈസ് 55 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 അല്ലേ? അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 3 8 25 75 ഡിവൈഡ് ബൈ 2 വരും. 75 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37.5 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A thief started his journey at a speed of 60 km/h. After 30 minutes, police started from the same place but at a speed of 80 km/h. How much time in hours will the police take to catch the thief? അതായത് പോലീസ് ഒരു തീഫിനെ ചേസ് ചെയ്തതാണ്. തീഫ് 60 km/h ഒരു 30 മിനിറ്റ്സ് ആദ്യമേ ഓടി. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോലീസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിന് ശേഷമായിരിക്കും പോലീസിന് ഈ തീഫിനെ ക്യാച്ച് ചെയ്യാനാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ടൈം അല്ലേ വെച്ചേക്കുന്നത്. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ സ്പീഡ് എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. പോലീസിൻ്റെയും തീഫിൻ്റെയും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ് എസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലീസും തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഇത് നമുക്ക് തന്നിട്ടില്ലല്ലോ. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? തീഫിൻ്റെ സ്പീഡ് 60 km/h ആണെന്നും 30 മിനിറ്റ്സ് അതായത് 1/2 അവേഴ്സാണ് ഓടിയേക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. എത്രയാണ് വരിക? 30 km. അപ്പോൾ പോലീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലീസും തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 30 km ആണ്. ഇനി നമുക്ക് ചെയ്യാമല്ലോ. ടൈം ഇസ് ഈക്വൽ ടു 30 km ഡിവൈഡഡ് ബൈ, ഇവിടെ എങ്ങനെ റിലേറ്റീവ് സ്പീഡ് വരിക? രണ്ടുപേരും ഒരേ ഡിറക്ഷനിലേക്കല്ലേ ഓടുന്നത്. അപ്പോൾ എന്ത് വരും? 80 - 60 = 20. അതായത് 3/2 ടൈം എടുത്തിട്ടാണ്, 3/2 അവേഴ്സ് എടുത്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പോലീസ് തീഫിനെ പിടിക്കുന്നത്. ഓപ്ഷൻ നമ്പർ 4.
അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. സിംപ്ലിഫിക്കേഷൻ ആണ്. എങ്ങനെ വരും? -4/7 ഇൻറ്റു 12, കാരണം ഇത് ഡിവിഷനാണ്, അപ്പോൾ നമ്മളിതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു 12 വരും. ഇനി അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -4/5 ഇൻറ്റു -2 മൈനസ് രണ്ട് മൈനസ് വരുമ്പോൾ +2/7. ഇത് എത്ര വരും? -14 + 2 = -12/7 ആണ് വരിക. ഈ മൈനസും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് 4 × 12/5 × 7 ആണ് രണ്ടാമത്തെ ടേം വരുന്നത്. ആദ്യത്തെ ടേം -4/7 × 12. ഒരു ഡിവിഷൻ അല്ലേ? ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് എഴുതണം. ഇൻറ്റു 5 × 7 ഡിവൈഡഡ് ബൈ 4 × 12. 4 × 12 കട്ട് ചെയ്തു, 4 × 12 കട്ട് ചെയ്തു, 7ഉം കട്ട് ചെയ്തു. ബാക്കി എത്ര വരുന്നത്? 5 ആണ്. കൂടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ട്. -5 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ആൻ ആർട്ടിക്കിൾ ഡിപ്രീഷിയേറ്റഡ് ഫ്രം 18,000 to ₹14,580 in 2 years. Find the yearly rate of depreciation in the value of the article. ഒരു സാധനത്തിൻ്റെ വില 18,000 രൂപയായിരുന്നു. 2 വർഷം കൊണ്ട് അത് 14,580 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രഷൻ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കുറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ കാണാം? ഫൈനൽ വാല്യൂ ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 1 + r/100 r എന്ന് പറയുന്നതാണ് റേറ്റ്. എത്ര പെർസെൻറ്റേജ് ആണ് വെച്ച് കുറയുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി എന്ന് പറയുന്നത് എത്ര ടൈം. ഇവിടെ നമുക്ക് 2 years ആണ്. അപ്പോൾ ഫൈനൽ വാല്യൂ നമ്മൾ ഇനീഷ്യൽ വാല്യൂവിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ഫൈനൽ വാല്യൂ ഡിവൈഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ എത്രയാണ്? 14,580. ഇനീഷ്യൽ വാല്യൂ 18,000 ഈക്വൽ ടു 1 + r നമുക്കറിയില്ല, r/100 റേസ്റ്റ് 2 അല്ലേ? 2 years നിലനിൽക്കുന്നത്. ഇതിനെ 9 വെച്ച് കട്ട് ചെയ്യാമല്ലോ. അല്ല, ഓക്കെ, 9 വെച്ച് ഇതിനെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആദ്യം 0 കട്ട് ചെയ്ത് 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 900 വരും. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 271 വരും. ഇത് നമുക്ക് എഗെയിൻ 9 വെച്ച് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും? 81 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 1 + r/100 റേസ്റ്റ് ടു ടി. സോറി, ടി അല്ല, ടി അറിയാൻ 2 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 9/10 ദ ഹോൾ സ്ക്വയർ അല്ലേ ഈ 81/100 എന്ന് പറയുന്നത്. 9ൻ്റെ സ്ക്വയർ ആണ് 81, 10ൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ എന്ത് വരും? 1 + r/100 റേസ്റ്റ് ടു 2. അപ്പോൾ 2 ദിവസം 2 ആയതുകൊണ്ട് ബേസ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ 9/10 ഈക്വൽ ടു ഈ 1ന് ഇപ്പുറത്തേക്ക് ഉണ്ടെന്നു -1 ഡിവൈഡ് ബൈ r + r/100. അപ്പോൾ മൈനസ് ഇവിടെ എഴുതാണ്, ഇത് മാച്ചിട്ട്. അപ്പോൾ എത്ര വരിക? -1/10 = r/100. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? r = -10%. അതായത് 10% വെച്ചിട്ടാണ് ഇത് കുറഞ്ഞു വരുന്നത്. ഇയർലി കുറയുന്നത് 10% വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The price of petrol is raised to ₹96.5 liter from ₹96.5 per liter from ₹92 per liter. What is the percentage increase in the price of petrol? 1 ലിറ്റർ പെട്രോളിൻ്റെ പൈസ 92 രൂപയിൽ നിന്ന് 96.5 രൂപയായിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ്, എത്ര പെർസെൻറ്റേജാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ് ചോദ്യം. എങ്ങനെ കാണുക? 96.5 മൈനസ് 92 ഡിവൈഡഡ് ബൈ 100 ഡിവൈഡ് ബൈ തുടക്കത്തിലാണ് വാല്യൂ 92 ഇൻറ്റു 100. എത്ര വരും? 4.5 ഡിവൈഡഡ് ബൈ 92 ഇൻറ്റു 100 50 46. അപ്പോൾ 225/46 ചെയ്യുമ്പോൾ നമുക്ക് 4.89 സംതിങ് വരും. അപ്പോൾ ആൻസർ ഏതായിരിക്കും? റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 4.9 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത് തേർഡ് പ്രൊപ്പോർഷണൽ കാണാനാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ തേർഡ് പ്രൊപ്പോർഷണൽ? എ ബി സി 3 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ a/b = b/c. ഇതിൽ നമുക്ക് സിയുടെ വാല്യൂ തേർഡ് പ്രൊപ്പോർഷണൽ കാണേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? 24 ഡിവൈഡഡ് ബൈ 36 = 36 ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 36 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 24. 6 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 54 ആണ് ഇതിൻ്റെ തേർഡ് പ്രൊപ്പോർഷൻ.
മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ സോൾഡ് 2 ചെയർസ് ഫോർ ₹475 each, gaining 25% on one and losing 20% on the other. Had he sold the 2 chairs for ₹575 each, what would have been his gain or loss percentage? ഒരു 2 ചെയർ ഉണ്ട്, അതിലൊന്ന് 25% ലാഭത്തിലും മറ്റേത് 20% നഷ്ടത്തിലുമാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ? 475 രൂപയ്ക്ക് ഓരോന്നും വിൽക്കുകയാണെങ്കിൽ. ഇനി ഈ 475 രൂപയ്ക്ക് പകരം 575 രൂപയ്ക്കായിരുന്നു ഓരോ ചെയറും വിറ്റതെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര പെർസെൻറ്റേജ് ഗെയിൻ ആണ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലോസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ കേസിൽ 25% പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അതിനേക്കാളും കൂടുതലല്ലേ, കാരണം ലാഭമല്ലേ. എത്ര വരും? 5 വരും. അടുത്ത കേസിൽ 20% നഷ്ടം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 4 വരും. ഇനി പറഞ്ഞേക്കുന്നത് രണ്ടും 475 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് സെയിം ആണോ? ഒരു സ്ഥലത്ത് 5, ഒരു സ്ഥലത്ത് 4. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മുകളിൽ 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്തു, താഴെ 5 വെച്ചിട്ട് ചെയ്തു. 16/10 ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16:20, 25:20. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആയല്ലോ. ഇനി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്ര വന്നു? 41, ഇവിടെ 40. ഇനി ഒരെണ്ണത്തിൻ്റെയാണ് പറഞ്ഞേക്കുന്നത് 475 രൂപ എന്ന്. അപ്പോൾ 20 യൂണിറ്റ് ആണ് എത്ര? 475. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 475 ഡിവൈഡഡ് ബൈ 20 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 475 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 41. നമ്മൾ 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 495, അതായത് 95 ഇൻറ്റു 41 ഡിവൈഡ് ബൈ 4 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 95 ഇൻറ്റു 41 നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? 95 ഇൻറ്റു 40 പ്ലസ് ഒരു 95 കൂടി ചെയ്ത് കഴിഞ്ഞാൽ 95 ഇൻറ്റു 41 ആയല്ലോ, ഡിവൈഡഡ് ബൈ 4. ചെയ്ത് നോക്കാം. 95 ഇൻറ്റു 4 എന്ന് പറയുന്നത് 3800 വരും. അതിൻ്റെ കൂടെ ഒരു 95 കൂടി വരുമ്പോൾ 3895 ആണ് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 4. 3895 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 9, 36, 29 7 തവണ, അപ്പോൾ 28, 15 3 തവണ, 12, 37, 5. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 973.75 ആണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ. നമ്മളിവിടുന്ന് റേഷ്യോ എടുത്തു. റേഷ്യോ ഇങ്ങനെ 4:5, 5:4 എടുത്തു. സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ മുകളിൽ 4 വെച്ചിട്ടും താഴെ 5 വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 20 സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആയിട്ട് കിട്ടി. കറസ്പോണ്ടിങ്ങിൽ കോസ്റ്റ് പ്രൈസ് എത്ര വന്നു? 41:41 വന്നു. ഇനി ഒരെണ്ണത്തിൻ്റെ പൈസയാണ് 475, അതായത് ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 20 ആണ്. 20 475. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചു. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 475/20 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കാണണം. കോസ്റ്റ് പ്രൈസ് കണ്ടാലല്ലേ നമുക്ക് ഈ 575 വരുമ്പോൾ എത്രയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് 475/20 ആണെങ്കിൽ 41 യൂണിറ്റ് എത്രയാണ്? 475/20 ഇൻറ്റു 41. അത് ചെയ്യുമ്പോൾ നമുക്ക് 973.75 എന്ന് കിട്ടി. ഇനി 575 രൂപയാണ് രണ്ടാമത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ്. ഇത് എത്ര എണ്ണത്തിൻ്റെയാണ്? ഒരെണ്ണത്തിൻ്റെയാണ് 575. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 575 ആകുമ്പോൾ എങ്ങനെ വരും? ഇൻറ്റു 2, 1150 രൂപയ്ക്കായിരിക്കും ഇനി ഇദ്ദേഹം വിൽക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം 973.75. അപ്പം ഇവിടെ എന്താണ്? പ്രോഫിറ്റാണ്, കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 1150 മൈനസ് 973.75 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 973.75 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 18% എന്നാണ് ആൻസർ കിട്ടുന്നത്. എത്രയാണ്? 18%. ഏതാണ് അപ്പോൾ ഓപ്ഷൻ നമ്പർ 3, 18% ലാഭമാണ് ഇയാൾക്ക് ഈ കേസിൽ ലഭിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
The square of 28 is divided by the largest number that can exactly divide both 42 and 56. What is the result? 42നെ 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? 42ൻ്റെയും 56ൻ്റെയും HCF കാണാനല്ലേ? അപ്പോൾ HCF ഓഫ് 42 ആൻഡ് 56 എങ്ങനെ കാണാം? ഇത് 7 കോമൺ അല്ലേ? 6 8. ഇനി ഇതിൽ 2 എടുക്കാം. അപ്പോൾ 3 4. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 7 × 2. ഇതാണ് 42നെ 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ അത് കിട്ടി 14 ആണ്. ഇനി ഇതിനെ 28ൻ്റെ സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ല 28ൻ്റെ സ്ക്വയർ നമ്മൾ ഈ 14 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്? എത്ര വരും? 7 വെച്ച് 14 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2. 28 × 2 എന്ന് പറയുന്നത് 56. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ കവേഴ്സ് എ certain distance in 3 hours with a speed of 108 km/h. If the speed is reduced by 27 km/h, then the time taken by the car in hours to cover the same distance will be. അതായത് ആദ്യത്തെ കേസിൽ 3 മണിക്കൂറും കൊണ്ട് 108 km/h സഞ്ചരിക്കുന്നത്. 108 km/h പകരം അതിൽ നിന്ന് 27 കുറച്ചിട്ട് ഉള്ള സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എത്രയാണ് സമയം എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. 108ന്ന് 27 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക? 81 km/h അല്ലേ രണ്ടാമത്തെ കേസിലെ സ്പീഡ്. ടൈമാണ് കാണേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് നമുക്ക് കിട്ടി 81. ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് ഫസ്റ്റത്തെ കേസിലിട്ട് സമയം തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 108 × സ്പീഡ് × ടൈം അല്ലേ ഡിസ്റ്റൻസ്. 108 × 3 ഡിവൈഡ് ബൈ 81. 9 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 9 12 3 4. അപ്പം 4 മണിക്കൂറാണ് നമ്മൾ 27 km/h കുറച്ചിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എടുക്കുന്ന സമയം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 1386 cm². ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ്. അതായത് കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു സ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ എത്രയാണ് വരിക? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4πr². ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 1386. 1386. 422/7 r² നമുക്കറിയില്ല. 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1386നെ നമ്മൾ 22 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 63 ആണ് വരുന്നത്. അപ്പോൾ r² എന്ന് പറയുന്നത് 63 9 × 7 എഴുതിക്കൂടെ? ഇവിടെ താഴത്തെ 7 മുകളിലേക്ക് പോകുമ്പോൾ 9 × 7 × 7 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര വരും? റൂട്ട് ഓഫ് ദിസ്. ഇതാണ് ആറിൻ്റെ വാല്യൂ. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് 9 എടുത്തു കഴിഞ്ഞാൽ 3. 7 × 7 എടുക്കുമ്പോൾ ഒരു 7 പുറത്തേക്ക് വരും 2. അതായത് 21/2 ആണ് റേഡിയസ്. 21/2 ആണ് റേഡിയസ്. ഇനി വോളിയം അല്ലേ കാണേണ്ടത്? വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 4/3 πr³. 4/3 π r³ എത്ര വരും? വെട്ടിപ്പോയി. 21 × 21 എത്രയാണ്? 441 × 11 4851 cm³ ആണ് ഈ പറയുന്ന സ്ഫിയറിൻ്റെ വോളിയം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയായിരുന്നു ഈ ഷിഫ്റ്റിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.